നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി എത്ര പേരുടെ ജീവൻ നൽകിയാൽ ഇവിടം സുരക്ഷിതമാകും? നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഇത്തരം ചോദ്യങ്ങളോട് പുച്ഛഭാവത്തിലാണ് അധികൃതരുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം അമിത വേഗത്തിലെത്തിയ കാർ ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ മണിയാർ ചരുവിള പുത്തൻ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പിന്നീട് മരിച്ചു. ഇളമ്പൽ താഴെ ജംഗ്ഷനിലായിരുന്നു സംഭവം. വീതിയില്ലാത്ത ദേശീയപാതയിലെ വളവുകളും മുന്നറിയിപ്പ് ബോർഡുകളോ പരിശോധനകളോ ഇല്ലാത്തതിനാൽ വാഹനങ്ങളുടെ അമിത വേഗവുമാണ് ഇവിടുത്തെ അപകട കാരണം. ഇതോടൊപ്പം റോഡ് വശത്തായി രാജഭരണകാലത്ത് നട്ടുപിടിപ്പിച്ച കൂറ്റൻ മരങ്ങളും വാഹനയാത്രക്കാർക്ക് വിഘാതമായി നിൽക്കുന്നു. പുനലൂർ മുതൽ കുന്നിക്കോട് ചേത്തടി വരെയുള്ള ഭാഗത്ത് സുരക്ഷാ ഇടനാഴി പ്രഖ്യാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതുവരെ നടപ്പായില്ല. ഈ ഭാഗത്ത് വാഹനങ്ങളുടെ വേഗം 35 കിലോമീറ്ററായി നിജപ്പെടുത്തണമെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിരിക്കുകയാണിപ്പോൾ. റോഡിന്റെ ഇരുവശത്തും വലിയ കട്ടിംഗ് ആയതിനാൽ വാഹനങ്ങൾ പരസ്പരം വശം കൊടുക്കുമ്പോൾ റോഡിൽ നിന്ന് വശത്തേക്ക് ഇറങ്ങി അപകടമുണ്ടാകാതിരിക്കാൻ ഡ്രൈവർ ശ്രമിക്കുന്നത് വലിയ ദുരന്തങ്ങൾക്കാണ് കാരണമാകുന്നത്. ഇതൊഴിവാക്കാൻ റോഡിന് വീതി കൂട്ടുകയോ കട്ടിംഗ് ഒഴിവാക്കുന്നതിന് നടപടിയെടുക്കുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് കൂടാതെയാണ് കൂറ്റൻ മരങ്ങളുടെ നിൽപ്പ്. ചുവട് ദ്രവിച്ചും ശിഖരങ്ങൾ ഉണങ്ങിയും നിൽക്കുന്ന മരങ്ങളാണ് അധികവും. പുനലൂർ മുതൽ ചേത്തടി വരെ കുറഞ്ഞത് 30-ലധികം മരങ്ങളുണ്ടെന്നാണ് നിഗമനം. ഇതിൽ ഇളമ്പൽ ജംഗ്ഷനിലെ 2 മരങ്ങളും വിളക്കുടി ഭാഗത്തെ 1 മരവുമാണ് മുറിച്ചു നീക്കിയത്. ബാക്കിയുള്ള മരങ്ങൾ അതേപടി നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വലിയ കണ്ടെയ്നറുകളും ബസ്സുകളും മറ്റു വാഹനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്.